ഹായ്, ഞാൻ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 4ാം ക്ലാസ്സിലെ EVS ആണ്. അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ്, എന്ന് വെച്ചാൽ വയലും വനവും. നോക്കിക്കേ, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. മനോഹരമായൊരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പോണ്ടെന്ന് വെച്ചാൽ ഒരു കുളമാണ്. അവിടെ എന്താ വയലുകളാണ്. അവിടെ വലിയൊരു മരം നിപ്പുണ്ട്. ആ മരത്തിലൊരു സ്ക്വയറലുണ്ട്. നോക്കിയേ, ആ വെള്ളത്തിൽ എന്തൊക്കെയുണ്ടെന്ന്. തവള, മീന്, ആമ, അല്ലേ? ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് അറിയാമല്ലോ. ഫിഷ്, ഫ്രോഗ്, ടോർട്ടോയ്സ്, സ്ക്വയറൽ. ഇത് ഇത്രയാവും നിങ്ങളെ ഈ പിക്ചറിൽ. നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ടിയെങ്കിൽ അത് ആദ്യം എടുത്ത് തുറന്ന് വെക്കണം കേട്ടോ. നോക്കിക്കേ, വൈ ഡോണ്ട് യു കം ഡൗൺ ആൻഡ് പ്ലേ വിത്ത് മീ? നീ വരുന്നോ എന്നോടൊപ്പം കളിക്കാൻ? ആസ്ക്ഡ് ദ ഫിഷ്. മത്സ്യം അണ്ണാനോട് ചോദിക്കുന്നതാണ്. ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്ക്വയറൽ ഓൺ ദ ട്രീ. മരത്തിൻ്റെ മുകളിലിരിക്കുന്ന അണ്ണാനോട് ഫിഷ് ചോദിക്കുന്നതാണ്. നീ വരുന്നോ എൻ്റെ കൂടെ കളിക്കാൻ? ഓൺ ഹിയറിംഗ് ദീസ് ദ ഫ്രോഗ് ലാഫ്ഡ് ആൻഡ് ടീസ്ഡ്. ഇത് കേട്ട് നമ്മുടെ അടുത്ത് നിന്ന ആരാണ്? ഫ്രോഗ് കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഇത് കേട്ട് തവള ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇമാജിൻ ദ സ്ക്വയറൽസ് കണ്ടീഷൻസ് ഇഫ് ഹി ഗെറ്റ്സ് ഇൻ ടു ദ വാട്ടർ. വെള്ളത്തിൽ ഇറങ്ങിയാൽ അണ്ണാൻ്റെ ഗതി എന്തായിരിക്കും? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നോക്കൂ നിങ്ങളെ, ഓരോ ജീവികൾക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ അണ്ണാൻ ഒരു കാരണവശാലും വെള്ളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അത് കരയിൽ ജീവിക്കുന്ന ജീവിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിഷോ, ഈ ഫിഷിനെ എടുത്ത് കരയിലിടാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഫിഷ് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയാണ്. നമ്മുടെ ചാപ്റ്റർ ഇങ്ങനെയൊക്കെ പഠിക്കുന്നതാണ്. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ ഏതെല്ലാം, കരയിൽ ജീവിക്കുന്ന ജീവികൾ ഏതെല്ലാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മീൻ ഇങ്ങനെ ഈ അണ്ണാനോട് ചോദിക്കുന്നതാണ്, നീ വെള്ളത്തിൽ കളിക്കാൻ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ഇനി നോക്കിക്കേ, രണ്ടാമത്തെ നോക്കിക്കേ. ദ സ്ക്വയറൽ വാസ് നോട്ട് റെഡി ടു ഗീവ് ഇൻ. ഹി ഹിറ്റ് ബാക്ക്. ക്യാൻ യു ക്ലൈംബ് എ ട്രീ ആൻഡ് ജമ്പ് എലോങ് ഇറ്റ്സ് ബ്രാഞ്ചസ് ലൈക്ക് ഐ ഡു? ദ ഫ്രോഗ് സെഡ്, ഹു ക്യാൻ ഡൈവ് ആൻഡ് ടേൺ ഇൻ വാട്ടർ ലൈക്ക് ദ ഫിഷ്? ക്യാൻ എ ഫിഷ് ലിവ് ഓർ മൂവ് ഓൺ ലാൻഡ്? എല്ലാം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ദ സ്ക്വയറൽ വാസ് നോട്ട് റെഡി ടു ഗീവ് ഇൻ. ഇത് കേട്ട് അണ്ണാനും വിട്ടുകൊടുത്തില്ല. ടു ഹിറ്റ് ബാക്ക്, തിരിച്ചടിച്ചു. തിരിച്ചടിച്ചു എന്ന് വെച്ചാൽ പറഞ്ഞത് കേട്ട് തിരിച്ചു പറഞ്ഞു എന്നാ. എന്നെ പോലെ മരത്തിൽ ഓടിക്കയറാനും ചില്ലകളിൽ ചാടിച്ചാടി കളിക്കാനും നിനക്കാവുമോ? ക്യാൻ യു ക്ലൈംബ് എ ട്രീ ആൻഡ് ജമ്പ് എലോങ് ഇറ്റ്സ് ബ്രാഞ്ചസ് ലൈക്ക് ഐ ഡു? നിനക്ക് പറ്റുമോ? നീ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നെന്ന് പറഞ്ഞല്ലോ, നിനക്കാവുമോ ഇങ്ങനെ മരത്തിൻ്റെ മണ്ടേ ചാടിച്ചാടിയൊക്കെ നടന്ന് കളിക്കാൻ? ദ ഫ്രോഗ് സെഡ്. തവള പറഞ്ഞു, വെള്ളത്തിൽ ഊളിയിടുവാനും അതുപോലെ തന്നെ വെട്ടിത്തിരിഞ്ഞ് നമ്മൾ മീൻ വെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകത്തില്ലേ, അതുപോലെ പോകാനും മത്സ്യത്തെ പോലെ ആർക്കാണ് കഴിയുക? ദ ഫ്രോഗ് സെഡ്, ഹൂ ക്യാൻ ഡൈവ് ആൻഡ് ടേൺ ഇൻ വാട്ടർ ലൈക്ക് ദ ഫിഷ്? ഫിഷിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ അക്വേറിയൊക്കെ മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? അതിനകത്തിൽ ഫിഷ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അതുപോലെ നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്നു. ക്യാൻ എ ഫിഷ് ലിവ് ഓർ മൂവ് ഓൺ ലാൻഡ്? മത്സ്യത്തിന് കരയിൽ ജീവിക്കുവാനും സഞ്ചരിക്കുവാനും കഴിയുമോ എന്നാണ് ചോദ്യം. ക്യാൻ എ ഫിഷ് ലിവ് ഓൺ മൂവ് ഓൺ ലാൻഡ് എന്ന് വെച്ചാൽ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ നമ്മുടെ ഫിഷിന് കഴിയുമോ നിങ്ങളെ? അതൊരു ചോദ്യമാണ്. കഴിയുമെങ്കിൽ കഴിയും, ഇല്ലെങ്കിൽ ഇല്ല. ഇല്ല. എന്തുകൊണ്ടാണ്? നോക്കിക്കേ, നിങ്ങൾ ഹാവ് യു ഒബ്സർവ്ഡ് എ ഫിഷ്? നിങ്ങളൊരു ഫിഷിനെ ഒബ്സർവ് ചെയ്യുക. ഡ്രോ ദ പിക്ചർ ഓൺ എ ഫിഷ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പിക്ചർ ഡ്രോ ദ പിക്ചർ ഓഫ് ഒരു ഫിഷിൻ്റെ പിക്ചർ വരയ്ക്കുക. വാട്ട് ആർ ഇറ്റ്സ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്? അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നിങ്ങൾ എഴുതണമെന്ന്. എക്സാമിൻ ദ പിക്ചർ, ഗീവ് ബിലോ കെയർഫുള്ളി. കേട്ടോ? എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കേ, ഈ 3 നോക്കിക്കേ.
വേണ്ട ഈ 3 ഇത് എന്താ ഒരു മീനാണ്, ഇത് ഒരു മീനാണ്, ഇതെന്താണ് ബോട്ടാണ് അല്ലേ. നോക്കിയേ, നോട്ടീസ് ദ ഷേപ്പ്. ഇതിൻ്റെ ആകൃതി എന്താണെന്ന് നോക്കിക്കേ, ഷേപ്പ് നോക്കിക്കേ. ഡു ദേ ഹാവ് എ ഷേപ്പ് ദാറ്റ് ഹെൽപ്പ് ദം മൂവ് സ്വിഫ്റ്റ്ലി ഇൻ വാട്ടർ. ജലത്തിലൂടെ വേഗത്തിൽ പോകുന്നതിന് അനുയോജ്യമായ ആകൃതിയല്ലേ ഇവയ്ക്കുള്ളത്. വെള്ളത്തിലൂടെ പോകത്തില്ലേ, വെള്ളത്തിലൂടെ പോകുമ്പോൾ ഇതിന് അനുയോജ്യമായ ആകൃതിയാണല്ലോ ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ബോട്ടിൻ്റെ നോക്കിക്കേ, ഈ ബോട്ടിന് നമ്മളെന്താ വള്ളമില്ലേ കുഞ്ഞുങ്ങളെ, അതാ ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, ലൈക്ക് എ ഷേപ്പ് വിത്ത് ബോത്ത് എൻഡ് പോയിന്റ് ഇനബിൾസ് ദ ഫിഷ് ടു മൂവ് ത്രൂ വാട്ടർ. ദ ഫിൻസ് ആൾസോ ഹെൽപ്പ് ദ ഫിഷ് ടു സ്വിം ഇൻ വാട്ടർ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഈ വള്ളത്തിൻ്റേതുപോലെ തന്നെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി ജലത്തിൽ സഞ്ചരിക്കുന്നതിന് മത്സ്യത്തിന് സഹായകമാണ് അല്ലേ. ഈ രണ്ട് ഇത് കൊടുത്തേക്കുന്നുണ്ടോ, ഇത് അതിന് വളരെ സഹായം എന്ന് വെച്ചാൽ നീന്തി പോകാൻ, മീൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ. ജലത്തിൽ ഇത് തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകളാണ് മത്സ്യത്തിന് ഉള്ളത്. അവയ്ക്ക് നോക്കി ഈ വാലിൽ ഇതോടെ കണ്ട അത് അതിന് നീന്താൻ സൗകര്യത്തിന് വേണ്ടിയുള്ളതാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇത് ഇത്രയും ഈ പടത്തിൽ കൊടുത്തിരിക്കുന്നുണ്ടെങ്കിലും നമുക്കിതിൻ്റെ ഈ പാഠത്തിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ നോക്കിയോ നിങ്ങളെ, എന്താണ് അഡാപ്റ്റേഷൻ? എന്താണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അഡാപ്റ്റേഷൻ അതിൻ്റെ മലയാളം അനുകൂലനം എന്നാണ് കേട്ടോ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മലയാളത്തിലും എഴുതി വെച്ചോ, മലയാളമൊക്കെ എഴുതാൻ അറിയാമോ. അനുകൂലനം എന്നാണ്. നോക്കൂ നിങ്ങളെ, അറിയാൻ വയ്യെങ്കിൽ ഞാൻ രണ്ടിവിടെ എഴുതി കാണിക്കാം. അനുകൂലനം. നമ്മൾ അനുകൂലനം. എന്താണ് അഡാപ്റ്റേഷൻ? നോക്കിക്കേ, ആൻ ഓർഗാനിസം ഹാസ് certain peculiarities that help it to live in its dwelling place. This is called adaptation. എന്ന് വെച്ചാൽ അനുകൂലനം എന്നാൽ എന്താണ്? ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം എന്ന് പറയുന്നത്. ഏതൊരു ജീവിക്കും അത് ജീവിക്കുന്ന സ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഘടകങ്ങൾ കാണും അല്ലേ. അതിനെ എന്ത് പറയുന്നത്? അനുകൂലനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. വാട്ട് അത് ഒന്നാമത്തെ ചോദ്യം കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണേ, വാട്ട് ഈസ് അഡാപ്റ്റേഷൻ എന്ന് കേട്ടോ, ഓർത്തോണേ. ഇനി നോക്കിക്കേ, വാട്ട് ആർ ദ അതർ അഡാപ്റ്റേഷൻ ഓഫ് എ ഫിഷ്? ഡിസ്കസ് എന്ന് വെച്ചാൽ മറ്റെന്തെല്ലാം അനുകൂലനങ്ങളാണ് മത്സ്യത്തിനുള്ളതെന്ന് നിങ്ങൾ ചർച്ച ചെയ്യുക എന്ന് കേട്ടോ. എന്തൊക്കെയുണ്ട്? നിങ്ങൾക്ക് മത്സ്യത്തെക്കുറിച്ച് എന്തോ അറിയാം. കുഞ്ഞുങ്ങളെ, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവിയാണ് ആരാ? ഫിഷ് അല്ലേ. നമുക്കതിന് യാതൊരു സംശയമില്ല. അതിനെ എടുത്ത് കരയിലെടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ മതി ആണല്ലോ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത്. നോക്കിക്കേ, അടുത്ത നോക്കിക്കേ, പേപ്പർ ഫിഷ്. കടലാസ് കൊണ്ട് നമ്മൾ എങ്ങനെ ഫിഷ് ഉണ്ടാക്കാം? നിങ്ങളത് ഇതിനകത്തിൽ ഓരോ ലീന എന്ന് പറയുന്ന കൊച്ച് ദിസ് ഈസ് എ മോഡൽ ഓഫ് എ ഫിഷ് മെയ്ഡ് ഓഫ് പേപ്പർ ബൈ ലീന. ലീന എന്ന് പറയുന്ന കൊച്ച് ഒരു മീനിൻ്റെ ആകൃതിയിൽ കൊടുത്തേ ഇതൊക്കെ വരച്ചേക്കുന്നത്. അത് നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർ ചെയ്യാൻ പഠിപ്പിക്കും കേട്ടോ. അല്ലാതെ ഞാനിപ്പോൾ പേപ്പർ വെച്ച് എനിക്ക് ഒന്നും നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, ടീച്ചർ ചെയ്യിപ്പിക്കും കേട്ടോ. അടുത്ത എന്താണ്? നമുക്ക് ഹാബിറ്ററ്റ് ഏറ്റവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ്. ഹാബിറ്ററ്റ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞേ? വാസസ്ഥലം എന്നാണ്. എന്താണ് നിങ്ങൾ മലയാളത്തിൽ ഞാൻ പറയുന്നത് കൂടുതലും നിങ്ങൾക്ക് ഈ സ്കൂളിൽ മിക്ക സ്കൂളുകളിലും ഇംഗ്ലീഷിൽ പറഞ്ഞങ്ങ് പോത്തേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ്. വാസസ്ഥലം, സ്ഥലം എന്നൊക്കെ എഴുതാൻ അറിയാമോ? വാസസ്ഥലം, ഹാബിറ്ററ്റ്. നോക്കിക്കേ, ഒബ്സർവ് എ പോണ്ട് ആൻഡ് എ പാഡി ഫീൽഡ് ഇൻ യുവർ ലൊക്കാലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽഡേഴ്സ്. നിങ്ങളുടെ പ്രദേശത്തുള്ള പാടി പോണ്ടെന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? പോണ്ട് കുളമാണ് കേട്ടോ. പാടി മുമ്പ് ഞാൻ പറഞ്ഞു, പാടി ഫീൽഡ് എന്ന് വെച്ചാൽ നെല്ല് അതിന് പറയുന്നത് വയൽ. അതിൻ്റെ പരിസരവും ഒക്കെ ഹെൽപ്പ് നിങ്ങളുടെ എൽഡേഴ്സ് എന്ന് വെച്ചാൽ ഏതെങ്കിലും മുതിർന്ന ആൾക്കാരുടെ കൂടെ നിങ്ങൾ ആ വയലിൽ പോയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കാൻ.
വാട്ട് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിഡ് യു നോട്ടീസ് ദെയർ? അവിടെ എന്തെല്ലാം സസ്യങ്ങളും ജന്തുക്കളുമാണ് നിങ്ങൾ ആ വയലിൽ കണ്ടതെന്നും അവയുടെയൊക്കെ ലെറ്റ് അവർ ദസ് നെയിമുകളും കൊടുക്കാനാണ് പറയുന്നത്. അവരുടെയൊക്കെ പേരും എഴുതാനാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നിങ്ങൾ അടുത്തുള്ള ഒരു വയലിലോ അല്ലെങ്കിൽ കുളത്തിലോ പോയിട്ട് നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടെന്ന് മുതിർന്ന ആൾക്കാരെയും കൊണ്ട് പോയിട്ട് എഴുതി, ഒരു പേപ്പറും കൊണ്ട് പോയിട്ട് എഴുതിക്കൊണ്ട് വരാനാണ് പറയുന്നത് കേട്ടോ. മുതിർന്ന ആൾക്കാരുടെ കൂടെ വേണേ കുളത്തിൻ്റെ അവിടെയൊക്കെ പോകണം കേട്ടോ. നോക്കിക്കേ അടുത്തത്, കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ ദ ഓർഗാനിസം ദാറ്റ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ. ഓക്കെ, ലിവിങ് ഓൺ ലാൻഡ് ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? ലാൻഡ് എന്ന് വെച്ചാൽ കരയിൽ ജീവിക്കുന്നത് എന്തൊക്കെയാണ്? കരയിൽ നമുക്കറിയാം, കരയിൽ ഏതൊക്കെയാണ്? മരങ്ങൾ നിൽപ്പുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെയാ? വാഴ, ചേന, ചേമ്പ്, പിന്നെന്താ പറങ്കിമാവ്, മാവ്, എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. ലിവിങ് ഇൻ വാട്ടർ, വെള്ളത്തിൽ എന്തൊക്കെയുണ്ട്? ഏതെങ്കിലും ഒരു 2-3 പേര് എഴുതാൻ പഠിച്ചു വെച്ചേക്കണം. പറയാനല്ല, എഴുതാൻ സ്പെല്ലിങ് പഠിച്ചു വെച്ചിരിക്കണം. ലിവിങ് ഇൻ വാട്ടർ, വെള്ളത്തിലുള്ളത് ഏതൊക്കെയാണ്? വെള്ളത്തിൽ ജീവിക്കുന്നവ ലോട്ടസ് ഉണ്ട്, വാട്ടർ ലില്ലി ഉണ്ട്, പിന്നെ ഈ ഫ്രോഗ്, ഫിഷും ഒക്കെ വെള്ളത്തിൽ ജീവിക്കുന്നവയല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ പേര് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. നോക്കിക്കേ, ദ വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ് ലിവ് ഇൻ വാട്ടർ. പരീക്ഷയ്ക്ക് വയ്ക്കാം, വാട്ടറിലുള്ളതാണ് ഏതാ കുഞ്ഞുങ്ങളെ? വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ് ലിവ് ഇൻ വാട്ടർ. വാട്ട് അഡാപ്റ്റേഷൻ ഹെൽപ്പ് ദം ടു സർവൈവ് ഇൻ വാട്ടർ ഡിസ്കസ് ആൻഡ് റൈറ്റ് ദം യുവർ എൻവയോൺമെൻറ്റ് ഡയറി. നിങ്ങൾക്ക് EVS ഒരു ഡയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു ബുക്ക് ഡയറിക്ക് വേണ്ടി വേണമെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ദേ ഡോ നോട്ട് ഡീകേ ഇൻ വാട്ട്. നോക്കിയേ, 2-3 പടം കൊടുത്തിട്ടുണ്ട്. നോക്കൂ നിങ്ങളെ, വെള്ളത്തിൽ ജീവിക്കുന്നവയാണ് നമ്മുടെ ആമ അല്ലേ, ടോർട്ടോയിസും ഫ്രോഗും അതുപോലെ തന്നെ ലോട്ടസും ഒക്കെ വെള്ളത്തിലുള്ളവയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ലിവിങ് ഇൻ വാട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 3 പേര് ഓർത്ത് വെച്ചേക്കണം. അടുത്ത് നോക്കിയേ, ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ, കരയിലും വെള്ളത്തിലുമുള്ളതിനെ കുറിച്ചാണ്. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻ ദാറ്റ് ഹെൽപ്പ് എ ടോർട്ടോയിസ് ടു മൂവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ? കരയിലും വെള്ളത്തിലും സഞ്ചരിക്കുവാൻ സഹായകമായ എന്തെല്ലാം അഡാപ്റ്റേഷനുകളാണ് ഈ ആമയ്ക്കുള്ളത്? ടോർട്ടോയിസ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ആമയെന്നാണ് കേട്ടോ. ഓർത്തോണേ, ടോർട്ടോയിസ് അറിയാൻ വയ്യാത്തവർ പഠിപ്പിക്കുമ്പോൾ നല്ല പുസ്തകത്തിൽ എഴുതി വെക്കണം. പിന്നീട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവും. ടോർട്ടോയിസ് എന്ന് വെച്ചാൽ ആമയാണ്. ഈ ആമ കരയിലും വെള്ളത്തിലും സഞ്ചരിക്കുന്നെന്ന് പറയുന്നല്ലോ. എന്തുകൊണ്ടാണ് അത് സഞ്ചരിക്കുന്നത്? നോക്കിക്കേ, അത് സ്ലൈമി ബോഡിയാണ്. സ്ലൈമി എന്ന് പറഞ്ഞത് സ്ലൈമി ബോഡിയാണ് അല്ലേ. അതുപോലെ തന്നെ ഓർ ലൈക്ക് ലെഗാണ്. സ്ലൈമി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അത് ഈ ടോർട്ടോയിസിൻ്റെ ശരീരത്തിന് വഴുവഴുപ്പുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. വഴുവഴുപ്പുള്ള ശരീരമാണ്. പിന്നെ ഓർ ലൈക്ക് ലെഗ് എന്ന് വെച്ചാൽ തുഴ പോലെയുള്ള, അതിൻ്റെ കാല് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുണ്ടോ? തുഴ പോലെയുള്ള ടോർട്ടോയിസ് അല്ലേ, തുഴ പോലെയുള്ള ലെഗ് ഉണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വഴുവഴുപ്പുള്ള ശരീരമുണ്ട്. അതുപോലെ തന്നെ ഓർ ലൈക്ക് ലെഗ്സ്. ഓറാണ് കേട്ടോ, OAR, ഓറ് ലൈക്ക്. ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. വഴുവഴുപ്പുള്ള ശരീരമാണ് അതിൻ്റെ, ഓർ ലൈക്ക് ലെഗ്. ക്യാൻ യു ആഡ് സം മോർ ഫീച്ചേഴ്സ്? കൂടുതൽ പ്രത്യേകതകൾ നിങ്ങൾ കണ്ടെത്തണേ. എന്നിട്ടോ, ദീസ് അഡാപ്റ്റേഷൻ ഹെൽപ്പ് ദ ടോർട്ടോയിസ് ടു ലിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ഇനി ഇതുപോലെയുള്ള അനുകൂലങ്ങൾ കരയിലും ജലത്തിലും ജീവിക്കാൻ ആമയെ സഹായിക്കുന്നത് എന്തൊക്കെയുണ്ട്? നിങ്ങൾ നോക്കി കണ്ടിട്ട് എഴുതണമെന്നാണ്. ഇനി ഇതുപോലെ ഡു ഫ്രോഗ് ആൾസോ ഹാവ് സച്ച്. ഇനി ഫ്രോഗിന് എന്തൊക്കെയായിരിക്കും ഉള്ളത്? നമ്മൾ ആദ്യം ടോർട്ടോയിസിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ ഈ 2 ഓർത്ത് വെച്ചേക്കണം നിങ്ങളെ. സ്ലൈമി ബോഡിയാണ്, ഓർ ലൈക്ക് ലെഗ്. സ്പെല്ലിങ് ഓർത്തോണേ, ഓർ ലൈക്ക് ലെഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രോഗ് തവളയ്ക്കും ഇല്ലേ ഇതുപോലെയുള്ള അഡാപ്റ്റേഷനുകൾ? എന്തൊക്കെയായിരിക്കും? അത് നിങ്ങൾ കണ്ടെത്തി എഴുതാണ് കേട്ടോ. നോക്കിക്കേ അടുത്തത്, ക്രിയേച്ചർ ഡക്ക്, അതിൻ്റെ അഡാപ്റ്റേഷൻ ഡക്കിൻ്റെയും ക്രോക്കോഡൈലിൻ്റെയും ഒക്കെ എഴുതാനാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നെയിം സം ഓർഗാനിസം വിച്ച് ലീവ് ഇൻ ദ സോയിൽ എന്ന് വെച്ചാൽ ഞങ്ങളെ മണ്ണിൽ ആരെല്ലാമാണ് വസിക്കുന്നത്? സോയിൽ എന്ന് വെച്ചാൽ മണ്ണിൽ ആരൊക്കെ ഉണ്ടെന്നാണ്. മെനി ഓർഗാനിസം ലീവ് ഓൺ റോക്ക് ടു എന്ന് വെച്ചാൽ റോക്ക് എന്ന് വെച്ചാൽ പാറയാണ് അല്ലേ. ഈ പാറകളിൽ പോലും എത്ര ജീവികൾ ഉണ്ടാകുമെന്നാണ്. മെനി ഓർഗാനിസം, ഒരുപാട് ജീവികൾ ലീവ് ഓൺ റോക്ക്. റൈറ്റ് ദെയർ നെയിംസ് ഡൗൺ. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ.
ഏതൊക്കെയാ? സ്നേക്സ് ഉണ്ട്, പാറക്കകത്തിലാണ് ആ പാമ്പിരിക്കുന്നത്. അതുപോലെ ഗ്രാസ്, പാറക്കകത്ത് ചില പുല്ലുകളൊക്കെ കിളിച്ചിരിക്കുന്നു. പിന്നോ പാറക്കകത്തില്ല കുഞ്ഞുങ്ങളെ പുൽച്ചാടി അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പർ. കേട്ടോ, അത് വേണം എഴുതിക്കോ, ഗ്രാസ് ഹോപ്പർ. പുൽച്ചാടിയില്ലേ, ഗ്രാസ് ഹോപ്പർ എപ്പോഴും ഈ പാറ അങ്ങനെയുള്ള അടുത്താണ് കേട്ടോ. മേക്ക് എ ലിസ്റ്റ് ഓഫ് ദ യൂസസ് ഓഫ് ബനിയൻ ട്രീ ടു ഓർഗാനിസം. ജീവികൾക്ക് ആൽമരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? ഈ ആൽമരത്തിൻ്റെ പടം കണ്ടോ? ഈ ആൽമരം കൊണ്ട് ജീവികൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുന്നതെന്ന് വെച്ചിരിക്കുന്നത്? ഏതൊക്കെ ജീവികൾക്ക് എന്തെല്ലാം പ്രയോജനം ഉണ്ടാകും? എന്താ, ഈ ആൽമരം കൊണ്ട് നമുക്ക് ഫ്രഷ് എയർ, വലിയ മരങ്ങളുണ്ടെങ്കിൽ നമുക്ക് ശുദ്ധമായ എയർ കിട്ടും. അതുപോലെ തന്നെ എന്താണ്, തണൽ കിട്ടുന്നുണ്ട് അല്ലേ? ശുദ്ധമായ എയർ കിട്ടുന്നുണ്ട്, പിന്നെ തണൽ കിട്ടുന്നുണ്ട്. നിങ്ങളതൊക്കെ നല്ലപോലെ ഓർത്ത് വച്ചിരിക്കണം കേട്ടോ. അടുത്ത നോക്കിക്കേ, അടുത്ത നമ്മളിനി എന്തോത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ഇനിയും നമ്മൾ പഠിക്കുന്നത് ദീസ് ആർ സെവറൽ ഓർഗാനിസം ലിവിങ് ഇൻ ആൻഡ് എറൗണ്ട് പോണ്ട്, ട്രീസ് ആൻഡ് ഫീൽഡ്. ദീസ് ഓർഗാനിസം നീഡ് എയർ, വാട്ടർ, സോയിൽ ആൻഡ് സൺലൈറ്റ് ടു ലിവ്. നോക്കിക്കേ, എങ്ങനെ പറയും? അതായത് ദർ ആർ സെവറൽ ഓർഗാനിസം ഇല്ല. ഇനി നമുക്കത് കൂടാതെ പോണ്ട്, ട്രീസ് ആൻഡ് ഫീൽഡ്, ഇതിലൊക്കെ പലതരത്തിലുള്ള ഓർഗാനിസം ഉണ്ട്. ദീസ് ഓർഗാനിസം നീഡ്, ഇവർക്കെല്ലാം എന്ത് വേണം? എയർ വേണം, വാട്ടർ വേണം, സോയിൽ വേണം, സൺലൈറ്റ് വേണം അല്ലേ? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹെൽപ്പ് ഈച്ച് അതർ ടു സർവൈവ് ആണല്ലോ. ലിവിങ് തിങ്സ് ആർ ബയോട്ടിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ എന്തോ കുഞ്ഞുങ്ങളെ, ജീവനുള്ളവയാണ്. ജീവനുള്ളവയെ ബയോട്ടിക് എന്നും ജീവനില്ലാത്തവയാണ് ഈ അബയോട്ടിക് എന്നും പറയുന്നത്. ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. ക്യാൻ ഹ്യൂമൻ ബീയിങ് ലിവിങ് വിത്തൗട്ട്, അതായത് ഇത്ര ഓർത്താൽ മതി, ജീവനുള്ളവയെ ലിവിങ് തിങ്സ് ആർ ബയോട്ടിക്. കണ്ടോ, ജീവനുള്ളവ ലിവിങ് തിങ്സ് ആർ ബയോട്ടിക് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആർ അബയോട്ടിക്. പേര് തിരിഞ്ഞ പോലെ ജീവനുള്ളവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ബയോട്ടിക്കാണ്. ജീവനില്ലാത്തവ, അതായത് ഈ ബുക്ക്, പേന, പെൻസിൽ, ഇതിനൊന്നും ജീവനില്ലാത്തവ ഉണ്ട്, അതെന്താണ്? അബയോട്ടിക്കും ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ബയോട്ടിക്കും അബയോട്ടിക്കും എന്താണ് അതിൻ്റെ എന്താ? ഇൻ്റർ ഡിപ്പെൻഡൻസ്. നോക്കിയേ, ഫിഷ് എന്താവും നിങ്ങളെ? ഫിഷ് ലിവ് ഇൻ വാട്ടർ, അത് വെള്ളത്തിൽ ജീവിക്കുന്നു അല്ലേ? വെള്ളത്തിലെ ചെറു ജീവികളെ അതെന്ത് ചെയ്യുന്നു? ആഹാരമാക്കി കഴിയുന്നു. സ്മാൾ ഓർഗാനിസം ഇൻ വാട്ടർ ആണല്ലോ. വെള്ളത്തിൽ ജീവിക്കുന്നെങ്കിലും ആ വെള്ളത്തിലെ ചെറിയ ജീവികളെയാണ് അത് ഫീഡ് ചെയ്യുന്നത് ആണല്ലോ. വാട്ടർ, ജലമോ, ജലജീവികൾക്ക് ഒരു വാസസ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്നു. ഡെല്ലിങ് പ്ലേസ് ഫോർ ഓർഗാനിസം. ഡെല്ലിങ് എന്ന് വെച്ചാൽ എന്താ? അതൊരു വാസസ്ഥലം. അവിടെ ആ വെള്ളത്തിൽ താമസിക്കുന്ന എല്ലാ ജീവികളെയും എന്ത് ചെയ്യുന്നു? ഒരു വാസസ്ഥലം അത് ഈ ജലം കൊടുക്കുന്നുണ്ട്. പിന്നെ പറയുന്ന ബനിയൻ ട്രീ ആണ്. ബനിയൻ ട്രീ എന്ന് വെച്ചാൽ ആൽമരം എന്ത് ചെയ്യുന്നു? മേക്ക് ദ സോയിൽ ഫെർട്ടൈൽ. മണ്ണിന് നല്ല ഫലപുഷ്ടി നൽകുന്നുണ്ട് നമ്മുടെ ആൽമരം. പിന്നോ ഹെൽപ്പ് റീറ്റെയിൻ വാട്ടർ ഇൻ ദ സോയിൽ. മണ്ണിലെ ജലാംശങ്ങൾ നിലനിർത്താൻ നമ്മുടെ ഈ സോയിൽ, അവിടെയുള്ള സോയിലിന് കഴിയുന്നുണ്ട് എന്നാണ്. പിന്നെയും കുറേ എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. ലോട്ടസ്, റോക്ക്, എയർ, ഇതിനെയൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ദ ടേബിൾ. ഇനി നമ്മുടെ ടെസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, എന്താണ് എക്കോസിസ്റ്റം? ഉണ്ടാവും നിങ്ങളെ, എക്കോസിസ്റ്റം എന്നാൽ എന്ത്? എക്കോസിസ്റ്റത്തിൻ്റെ മലയാളം എന്താ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എക്കോസിസ്റ്റം എന്ന്? കുഞ്ഞുങ്ങളെ കേട്ടിട്ടുണ്ടോ? എന്താ കുഞ്ഞുങ്ങളെ? ആവാസ വ്യവസ്ഥ എന്നാണ്. എന്താണ്? ആവാസ വ്യവസ്ഥ. എക്കോസിസ്റ്റം എന്നാൽ ആൻ എക്കോസിസ്റ്റം ഇൻക്ലൂഡ്സ് ദ മ്യൂച്വലി ഡിപ്പെൻഡ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ പ്ലേസ്. ആൻ എക്കോസിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുന്നത് മ്യൂച്വലി ഡിപ്പെൻഡ് എന്ന് വെച്ചാൽ ജീവനുള്ളവയെയും ജീവനില്ലാത്തവയും ഒക്കെ നമ്മൾ മ്യൂച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. നോക്കിക്കേ, ബാക്കി നോക്കിയേ, ഫോറസ്റ്റ് എന്താ? എ വെൽത്ത് ആണല്ലോ. നോക്കിയേ, നല്ല ഒരു ഫോറസ്റ്റിൻ്റെ പടമാണ് കൊടുത്തേക്കുന്നത്. നല്ലൊരു മരം നിൽപ്പുണ്ട്, മരത്തിൻ്റെ പൊത്തിലൊരു എന്താ പാരറ്റ് ഇരിപ്പുണ്ട്, മങ്കിയുണ്ട്, കണ്ടോ എന്തെല്ലാം ഉണ്ടോ നോക്കിയേ. പാറക്കെട്ടുകളുണ്ട്, വൈൽഡ് ആനിമലും എല്ലാം, ഡൊമസ്റ്റിക് മിക്കവാറും ഉള്ള എല്ലാ ആനിമൽസുകളും അതിനകത്തിലുണ്ട്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ ഫോറസ്റ്റ്. എന്ത് മനോഹരമാണല്ലേ. എന്താണ് ഈ മനോഹാരിതയ്ക്ക് കാരണം? വൈ ഈസ് സോ ബ്യൂട്ടിഫുൾ? എന്തുകൊണ്ടാണ് ഇത് മനോഹരമാവാൻ കാരണം എന്താണെന്നാണ് പറയുന്നത്? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നോക്കൂ നിങ്ങളെ, so many diverse organism like huge trees, tiny plants, animals, birds, insects and many others live in the forest.
Butterflies and streams provide a charm to the forest. The forest is indeed a world of wonder. How is the forest? Which is rich with life, useful to us and others organism. ഇവിടെ ഇത്രയുള്ളൂ. വൻമരങ്ങൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, പ്രാണികൾ, എത്ര വൈവിധ്യമാർന്ന അല്ലേ. ഒരു ഫോറസ്റ്റ് ആകുമ്പോൾ എന്തെല്ലാം നമ്മൾ കാണും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഫോറസ്റ്റിൽ എന്തൊക്കെയുണ്ട്? ഹ്യൂജ് ട്രീസ്, ടൈനി പ്ലാന്റ്സ്, ആനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് മെനി അതർ ലിവ് ഇൻ ദി ഫോറസ്റ്റ്. മാത്രമാണോ ബട്ടർഫ്ലൈസ് ആൻഡ് സ്ട്രീംസ് അല്ലേ. ബട്ടർഫ്ലൈസ് ഉണ്ട്, സ്ട്രീംസ് എന്ന് വെച്ചാൽ അരുവികൾ. പിന്നെ പ്രൊവൈഡ് ചാം ടു ദ ഫോറസ്റ്റ്. അത് മാത്രമാണോ? തുമ്പികളും പൂമ്പാറ്റകളും അരുവികളും എല്ലാം കാടിന് ഭംഗി നൽകുന്നവയാണ്. എല്ലാം ചേർന്ന കാട് ഒരു വിസ്മയ ലോകം തന്നെയാണെന്നാണ് പറയുന്നത് അല്ലേ. ദ വണ്ടർഫുൾ. പിന്നോ ജീവജാലങ്ങളാൽ സമ്പന്നമായ, അതായത് ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രിപ്പയർ നോട്ട്. നമ്മുടെ ഈ വനത്തെക്കുറിച്ച് കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് ഒരു നോട്ട് തയ്യാറാക്കാനാണ്. സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് എമർജ് ഫ്രം ഫോറസ്റ്റ്. വനങ്ങളിൽ നിന്ന് അരുവികളും പുഴകളും രൂപം കൊള്ളുന്നു അല്ലേ. വനങ്ങളിൽ നിന്നാണ്. ഫോറസ്റ്റ് ഫ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന്, ഫോറസ്റ്റിൽ നിന്ന് എന്തൊക്കെ എമർജ് ചെയ്യുന്നുണ്ട്. എമർജ് ചെയ്യുന്ന വെച്ചാൽ എന്തുവാ? രൂപം കൊള്ളുന്നുണ്ട്. എന്തൊക്കെയാ? സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഈസ് എ ഹാബിറ്ററ്റ് ഓഫ് ഡൈവേഴ്സ് ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫോറസ്റ്റ് ഈസ് ദ ഹാബിറ്ററ്റ് മീൻസ് വാസസ്ഥലം അല്ലേ. വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ ഒരു വാസസ്ഥലം തന്നെയാണ് നമ്മുടെ ഫോറസ്റ്റ് അല്ലേ. ഒരുപാട് ജീവികൾ താമസിക്കുന്ന സ്ഥലമാണ്, ഹാബിറ്ററ്റാണ് നമ്മുടെ ഫോറസ്റ്റ്. It is the very important to preserve the forest and ecosystem with the diversity for sustainable life and the life on the earth. നോക്കിക്കേ, നിങ്ങൾ എക്കോസിസ്റ്റം, നമ്മൾ ഈ എക്കോസിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ. ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഇതിനകത്തിൽ അതിനെക്കുറിച്ചൊരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കാനാണ് പറയുന്നത്. എങ്ങനെ തയ്യാറാക്കും നോക്കിയേ കൂട്ടുകാരെ. നിങ്ങളുടെ പ്രദേശത്തുമില്ലേ ഇതുപോലെയുള്ള എക്കോസിസ്റ്റങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറയും? ഹിൽസ് എന്ന് വെച്ചാൽ കുന്നുകളുണ്ട്. എന്തൊക്കെയാ? കുന്നുകളുണ്ട്. പിന്നെ ബുഷ് എന്ന് വെച്ചാൽ കുറ്റിക്കാടുകളുണ്ട് കേട്ടോ. കാടുകളുണ്ട്. പിന്നെ സാക്രഡ് ഗ്രോവ്സ്, അതായത് കാവുകൾ എന്ന് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്തുള്ള എക്കോസിസ്റ്റം ഏതൊക്കെയാണെന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഹിൽസ് ഉണ്ട്. പിന്നെ ബുഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ബുഷസ് കുറ്റിക്കാടുകളും ഒക്കെ ഉണ്ടെന്ന്. ഓക്കെ, എന്നാണ്ടേ ഇനി പടം കൊടുത്തേക്ക് നോക്കിക്കേ. നമ്മൾ മുമ്പ് കാണിച്ച അതേ രീതിയിൽ നല്ലൊരു വനം, വലിയൊരു മലയും അവിടെ നെൽപ്പാടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മനുഷ്യർ വന്ന് മൊത്തവും എന്ത് ചെയ്തു? മണ്ണെടുത്തും അവിടെ വയലുകളെല്ലാം മണ്ണിട്ട് നികത്തുന്നതിൻ്റെ ഒരു പിക്ചറാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ. Many activities of human being harm of the ecosystem. Discuss these activities and note them down to your environment diary. എന്തൊക്കെയാണ് മനുഷ്യൻ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ നാശത്തിന് കാരണമാകുന്നത്? എന്തൊക്കെയാണ് ചർച്ച ചെയ്ത് നിങ്ങൾ ആ ഡയറി ബുക്കിൽ എഴുതാൻ. ഒന്നാമത് ചെയ്യുന്നത് എന്താണ്? എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. എക്സസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? അമിതമായിട്ട് എന്ത് ചെയ്യുന്നു? പെസ്റ്റിസൈഡ് കൊടുക്കുന്നു, കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ. പിന്നോ നമ്മൾ മരങ്ങൾ ഇവിടെയുള്ള മരങ്ങളെല്ലാം മുറിച്ച് മാറ്റുന്നുണ്ട്. പിന്നോ കാടുകളെല്ലാം വെട്ടിത്തെളിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ നടത്തുന്ന ദോഷങ്ങൾ. ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. ആർ ദ ആക്ടിവിറ്റീസ് ഹാംഫുൾ ടു മാൻ ഓഫ് ടേൺ? ഇഫ് സോ ഹൗ? ലുക്ക് സാനിമോൾ ആൻഡ് ഹെർ ഫ്രണ്ട്സ്. സാനിമോളും കൂട്ടുകാരും ചേർന്ന് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഡിസ്കസ് വാട്ട് ദേ ആർ ഡൂയിങ്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? വൈ ആർ ദ ആക്ടിവിറ്റി ഹെൽപ്പ് ടു പ്രൊട്ടക്റ്റ് അവർ എൻവിറോൺമെൻറ്റ്? ഇതിനെക്കുറിച്ചൊന്ന് നോക്കിക്കേ. എന്തെല്ലാമാണ് ആ കുട്ടി ചെയ്യുന്നത്? ഒരാൾ ചെടി നടുന്നു, വെള്ളം ഒഴിക്കുന്നു, വേറൊരു കുട്ടി ചെടി നടുന്നു. ഇതിനെക്കുറിച്ചാണ് അല്ലേ. മരം നോക്കിക്കേ. ട്രീസ്, അവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട്. എന്താ? സോഴ്സസ് ഓഫ് ലൈഫ്. ജീവൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് തന്നെ മരങ്ങളാണെന്നാണ് പറയുന്നത്. കണ്ടോ? ഓക്കെ ആണോ? വാട്ട് അതർ ആക്ടിവിറ്റീസ് ക്യാൻ വി ഡു ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് ദ എൻവിറോൺമെൻറ്റ്? നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൽ നിലനിർത്തുന്നതുമായി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഒരു നോട്ട്, എൻവിറോൺമെൻറ്റ് ഡയറിയിൽ ഒരു നോട്ട് എഴുതാനാണ് ചോദിക്കുന്നത്. നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പറ്റും? വി സോ ദാറ്റ് ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ഇൻ ആൻ എക്കോസിസ്റ്റം.
Human being and other living things can survive only if the ecosystem is sustained. Let us എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് പ്രൊട്ടക്റ്റ് അവർ എക്കോസിസ്റ്റം. ആവാസ വ്യവസ്ഥയിൽ ജീവനുള്ളവയും ജീവനില്ലാത്തവയും പരസ്പരം ആശ്രയിക്കുന്നുവെന്ന് നാം കണ്ട് അല്ലേ. ആവാസ വ്യവസ്ഥയിൽ നിലനിന്നാൽ മാത്രമേ നമുക്ക് ചുറ്റും ജീവജാലങ്ങൾക്കും ജീവിക്കാൻ കഴിയുള്ളൂ. ഈ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാവാം എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. പിന്നോ ഇത്രയും നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. പിന്നെ എന്താണ് ഇതിനകത്തിലെ സിഗ്നിഫിക്കൻ്റ് ഒക്കെയാണ്. അത് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാം ചുരുക്കി ക്വസ്റ്റ്യൻ ആൻസറായിട്ട് എഴുതാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ബാക്കി ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ കുഞ്ഞുങ്ങളെ. ഓക്കെ, താങ്ക് യു.